ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വാനില സ്പോഞ്ച് കേക്കാണ്. നമുക്ക് ബീറ്റർ ഓവണൊന്നും ഇല്ലാണ്ട് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ടും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമ്മളിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. ഇതിന് നമുക്ക് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ മാറ്റി വയ്ക്കാം. ഇനി ഒരു വേറെ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 3 മുട്ട പൊട്ടിച്ചു വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് 1/2 കപ്പ് ഷുഗർ എടുക്കാം. അത് നമ്മൾ മൈദ എടുത്ത അതേ കപ്പിൽ തന്നെ എടുക്കാം. നമുക്കിത് കുറച്ചായി ഇട്ട് കൊടുത്തിട്ട് ഒരു വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കാം. പതിനഞ്ച് മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഇതുപോലെ ഒരു തിക്കായിട്ടുള്ള ബാറ്റർ നമുക്ക് കിട്ടും. നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വിസ്ക് വെച്ചിട്ട് ഒന്നും കൂടി ഇതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു അരിപ്പ വെച്ചിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മൈദയും ബേക്കിംഗ് പൗഡറും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് അടിച്ചെടുത്തതിന് ശേഷം നമുക്കൊരു വിസ്ക് വെച്ചിട്ട് ഇതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഒരു 1/2 കപ്പ് പാലെടുത്തിട്ട് ഇതിലേക്ക് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ വിസ്ക് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു ബേക്കിംഗ് ട്രേ എടുക്കാം. ഇതിലേക്ക് ബട്ടർ പേപ്പർ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനൊന്ന് നല്ലപോലെ ഒന്ന് തട്ടിയെടുക്കാം. അതിനുശേഷം നമ്മൾ ഇതുപോലൊരു ആഴമുള്ളൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ ഉള്ളിൽ നമ്മുടെ ബേക്കിംഗ് ട്രേ പൊന്തി നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റാൻഡോ ഇതുപോലത്തെ വല്ല പാത്രമോ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിനൊന്ന് മൂടി വെച്ച് 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ബേക്കിംഗ് ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ മൂടി വെച്ച് 1/2 മണിക്കൂർ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം. 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്കിതിനെ തുറന്ന് നോക്കാം. ഇനി ഇതുപോലെ ഒരു സ്റ്റിക്ക് വെച്ചിട്ട് നമുക്കിതിനൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ആക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്കിത് ഒരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള വാനില സ്പോഞ്ച് കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എന്നാൽ മാത്രമേ ഞാനിരുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ. മറ്റൊരു വീഡിയോയുമായി നമുക്കിനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.